നമസ്കാരം. രാജ്യത്തെ കോടിക്കണക്കിന് മൊബൈൽ ഉപയോക്താക്കളെ ബാധിക്കാവുന്ന ഒരു പ്രധാന വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ജിയോ, എയർടെൽ, വി എന്നീ സ്വകാര്യ ടെലികോം കമ്പനികൾ വീണ്ടും മൊബൈൽ റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ വാർത്ത എത്രത്തോളം ശരിയാണ്, എന്തുകൊണ്ടാണ് വീണ്ടും നിരക്ക് വർധനയെക്കുറിച്ച് ചർച്ച നടക്കുന്നത്, സാധാരണ ഉപയോക്താക്കളെ ഇത് എങ്ങനെ ബാധിക്കും എന്നതെല്ലാം ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. ആദ്യം ഒരു കാര്യം വ്യക്തമായി പറയാം. നിലവിൽ എല്ലാ കമ്പനികളും വീണ്ടും നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ടെലികോം മേഖലയെ നിരീക്ഷിക്കുന്ന നിരവധി സാമ്പത്തിക സ്ഥാപനങ്ങളും വിപണി വിദഗ്ധരും അടുത്ത മാസങ്ങളിൽ വീണ്ടും താരിഫ് വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാന സ്വകാര്യ ടെലികോം കമ്പനികളായ ജിയോ, എയർടെൽ, വി എന്നിവ വൻതോതിൽ 5G സേവനങ്ങൾ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കുകയാണ്. പുതിയ ടവറുകൾ സ്ഥാപിക്കൽ, ഫൈബർ ശൃംഖല വികസിപ്പിക്കൽ, സ്പെക്ട്രം വാങ്ങൽ, നെറ്റ്വർക്ക് പരിപാലനം തുടങ്ങിയവയ്ക്കായി ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് കമ്പനികൾ നടത്തുന്നത്. ഈ ചെലവുകൾ തിരിച്ചുപിടിക്കാൻ ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന ശരാശരി വരുമാനം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നു. ടെലികോം മേഖലയിലെ ഒരു പ്രധാന സൂചികയാണ് ARPU അഥവാ ഒരു ഉപഭോക്താവിൽ നിന്ന് ലഭിക്കുന്ന ശരാശരി പ്രതിമാസ വരുമാനം. ഈ വരുമാനം കൂടുതൽ ഉയർത്തേണ്ടത് കമ്പനികളുടെ പ്രധാന ലക്ഷ്യമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് റീചാർജ് നിരക്കുകൾ വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് റിപ്പോർട്ടുകൾ വരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ചില പ്ലാനുകളിൽ ഏകദേശം 12 മുതൽ 15% വരെ വർധന ഉണ്ടായേക്കാമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇത് ഇപ്പോൾ ഒരു സാധ്യത മാത്രമാണ്. അന്തിമ തീരുമാനം ഓരോ ടെലികോം കമ്പനിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷമേ ഉറപ്പാക്കാൻ കഴിയൂ. ഇനി BSNL ഉപയോക്താക്കളുടെ കാര്യവും നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ സ്വകാര്യ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ നിരവധി ആളുകൾ BSNLിലേക്ക് മാറിയിരുന്നു. കുറഞ്ഞ നിരക്കിൽ പ്ലാനുകൾ നൽകുന്നതിനാൽ ഇപ്പോഴും പലരും BSNLിനെ ആശ്രയിക്കുന്നു. ഭാവിയിൽ സ്വകാര്യ കമ്പനികൾ വീണ്ടും നിരക്ക് കൂട്ടിയാൽ BSNLിന് കൂടുതൽ പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ BSNLും ഭാവിയിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. ഉപഭോക്താക്കൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ നിലവിലെ റീചാർജ് പ്ലാനിന്റെ കാലാവധി പരിശോധിക്കുക. ദീർഘകാല വാലിഡിറ്റി പ്ലാനുകൾ ലഭ്യമാണെങ്കിൽ അവ താരതമ്യം ചെയ്ത് നോക്കുക. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിലെ അഭ്യൂഹങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ പ്രസിദ്ധീകരിക്കുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. അതിനാൽ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം വീണ്ടും റീചാർജ് നിരക്കുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പുതിയ നിരക്കുകൾ എപ്പോൾ മുതൽ നിലവിൽ വരും, ഏതൊക്കെ പ്ലാനുകൾക്ക് ബാധകമാകും, എത്ര രൂപയുടെ വർധനയുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരാനുണ്ട്. ഈ വിഷയത്തിൽ ഔദ്യോഗിക അറിയിപ്പ് വന്ന ഉടൻ അതിന്റെ പൂർണ്ണ വിശദാംശങ്ങളുമായി ഒരു പുതിയ വീഡിയോ ഈ ചാനലിൽ ലഭ്യമാക്കുന്നതാണ്. ഇത്തരം സർക്കാർ അറിയിപ്പുകൾ, ടെലികോം വാർത്തകൾ, ധനകാര്യ വിവരങ്ങൾ എന്നിവ ആദ്യം അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.